الذي هدانا بهذا وما كنا لنهتدي لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إنما يخشى الله من عباده العلماء. وقال النبي صلى الله عليه وسلم أفضل الصدقة أن يتعلم المرء المسلم علما ثم يعلمه أخاه المسلم. ഏറ്റവും ബഹുമാനവും ആദരവും എല്ലാം നിറഞ്ഞ ഉസ്താദന്മാർ, ഉലമാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ്റെ ഖിദ്മത്തിന് വേണ്ടി നമ്മെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ലോകത്ത് ഏറ്റവും സ്ഥാനമാനങ്ങൾ അല്ലാഹുവിനാൽ നൽകപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും ഒരു പറ്റം മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ജനസമൂഹത്തിൻ്റെ തർബിയത്ത്, തസ്കിയത്ത്, തഅലീമ്, ദഅവത്ത്, ഖിദ്മത്തെ ഖൽഖ് ഇത്യാദി ഉന്നതമായ ദീനിൻ്റെ കാതലായ അടിസ്ഥാനപരമായ പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ, അഥവാ ഇമാമുൽ അംബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയും ഈ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രവാചകന്മാരെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മുഴുവൻ പ്രവാചകന്മാരും മഅസൂമികളായിരുന്നു. അഥവാ അവരുടെ മനസ്സിൽ പോലും പാപത്തിൻ്റെ അല്പചിന്ത പോലും ഉണ്ടാകാത്ത ഒരു സമൂഹമായിരുന്നു പ്രവാചകന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നാൽ നമ്മുടെ നേതാവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രവാചക പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ചതുകൊണ്ട് തന്നെ ഈ ഉന്നതമായ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ വഴി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഉലമാക്കളുടെയും വലിയ ഒരു അമാനത്ത്, വലിയൊരു ഉത്തരവാദിത്വമായിട്ട് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അവിടെ മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും ഈ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഉന്നതമായ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് വിശാലമായി എനിക്കും നിങ്ങൾക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഏറിയ കൂറും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ്, സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഉന്നതമായ ഈ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിൽ അവർക്ക് അല്ലാഹു തആല കൊടുത്ത ഉന്നതമായ ഗുണങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ അടിക്കടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്. പ്രത്യേകിച്ച് 25 പ്രവാചകന്മാരുടെ ചരിത്രം വിശാലമായി പല സൂറത്തുകളിൽ ആവർത്തിച്ച് നീട്ടി പരത്തി വിശാലമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ജീവിച്ചിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി, ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി തന്നെ അല്ലാഹു തആല പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുക. സൂറ മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇന്നഹു കാന സാദിഖൽ വഅദി. അപ്പം പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാദിഖുൽ വഅദായിരുന്നു. അദ്ദേഹം വാദിൻ്റെ വിഷയത്തിൽ, വാഗ്ദാനത്തിൻ്റെ വിഷയത്തിൽ സാദിഖായിരുന്നു, സത്യസന്ധനായിരുന്നു. അഥവാ വാഗ്ദാനം പറയൽ മാത്രമല്ല, ആ വാഗ്ദാനം പറയും പോലെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രവാചകൻ ഇസ്മായിൽ എന്ന് അദ്ദേഹത്തെക്കുറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് ഉലമാക്കളായ നമുക്ക് ഈ പ്രവാചകന്മാരുടെ ഉന്നതമായ ഗുണങ്ങൾ നമുക്കും വേണം. കാരണം ആ പ്രവാചകന്മാർ ചെയ്ത തഅലീമാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രവാചകന്മാർ ചെയ്ത തർബിയത്തും തസ്കിയത്തും ദഅവത്തും ഖിദ്മത്തെ ഖൽഖ് പോലത്തെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. മാഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദാനം അത് പൂർത്തീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന വിഷയം നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ അശ്രദ്ധയും മനസ്സിലൊക്കെ മനുഷ്യപരമായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന കാര്യം അഥവാ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത ഉന്നതമായ ഗുണങ്ങൾ അതിനകത്തൊക്കെ എണ്ണി പറഞ്ഞാൽ 100ഓളം വരുന്ന ഗുണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ വ്യത്യസ്തമായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് മറ്റൊരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നി ലക്കും നാസിഹുൻ അമീൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാസിഹാണ്, ഗുണകാംക്ഷയുള്ള വ്യക്തിയാണ്, മാത്രമല്ല അമീൻ, ഞാൻ വിശ്വസ്തനാണ് എന്ന് തന്നെ അല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാമല്ലോ ഈ രണ്ട് ഗുണങ്ങൾ, ഒന്ന് നാസിഹ്, രണ്ട് അമീൻ അഥവാ ഗുണകാംക്ഷ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും ലോകത്തുള്ള മുഴുവൻ പടപ്പുകളോടും ഗുണകാംക്ഷ, അതേപോലെ തന്നെ അമീൻ അഥവാ വിശ്വസ്തത, ഈ രണ്ട് ഉന്നതമായ ഗുണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ പറയപ്പെട്ട പ്രവാചകന്മാർ ചെയ്ത ഉന്നതമായ ഹിദമാത്തുകൾ അത് വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്കാരുടെ ആ പ്രവർത്തനത്തിൻ്റെ അസർ, ആ പ്രവർത്തനത്തിൻ്റെ ഫലം ജനങ്ങളിൽ, മുത്തഅല്ലിമീങ്ങളിൽ, ഉമ്മത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളെല്ലാവരും നാസിഹായി മാറണം, നമ്മളെല്ലാവരും അമീനായി മാറണം. ഇതേ പ്രകാരം അല്ലാഹു തആല ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അവ്വാഹ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. നമുക്കറിയാം അവ്വാഹ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ താണ് കേണ് കെഞ്ചി അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയുന്ന വ്യക്തിയായിരുന്നു. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, നമ്മുടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമന ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലന്തിയോളം ഉമ്മത്തിൻ്റെ ഹിദായത്തിൻ്റെ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രി സമയമായാൽ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിയിൽ, ചിന്തയിൽ, മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ തദ്രീബെ അസാധ്യതയിലൂടെ എന്തെല്ലാം ഉന്നതമായ ലക്ഷ്യങ്ങളാണോ വെച്ചിരിക്കുന്നത് അതെല്ലാം പൂർത്തീകരിക്കാൻ, പൂവണിക്കാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു തആല തരുമാറാകട്ടെ. നമ്മൾ ഒരു പറ്റം മുത്തഅല്ലിമീങ്ങളുടെ ഉസ്താദന്മാരായി കഴിഞ്ഞുകൂടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഓരോ കാലഘട്ടത്തിലും ഉമ്മത്തിൻ്റെ തർബിയത്ത്, തസ്കിയത്ത്, തഅലീമ്, ദഅവത്ത് പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചിരുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഉന്നതമായ ഗുണങ്ങൾ, അതിൽ ഇമാമുൽ അംബിയ താഹ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ ഉന്നതമായ ഗുണങ്ങൾ, ഇതെല്ലാം ഉലമാക്കളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒപ്പുക, അതിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുക. ഇത് ഫർളൈനായ ഒരു ബാധ്യത തന്നെയാണല്ലോ. കാരണം നമ്മളെല്ലാവരും പറയുന്ന ഹദീസാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അതുപോലെ ഉലമാഉ ഉമ്മത്തി ക അംബിയാഇ ബനി ഇസ്രായീൽ. അപ്പോൾ നമ്മളെന്താണെങ്കിലും അമ്പിയാക്കളുടെ വാരിധ്യങ്ങൾ. അപ്പം അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത ഉന്നതമായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചെറുതായി പറഞ്ഞു തുടങ്ങിയത്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞ വിഷയം ഇന്നഹു കാന സാദിഖൽ വഅദി. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് തഫ്സീറിൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം തൻ്റെ സഹയാത്രികരുമായിട്ട് യാത്ര പുറപ്പെട്ടു പോകുന്ന സമയത്ത് തൻ്റെ കൂട്ടത്തിൽപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. പക്ഷേ 3 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ തന്നെ കാണാൻ സാധിച്ചു. ഇത്ര കണ്ട് സാദിഖുൽ വഅദായിരുന്നു മുഴുവൻ പ്രവാചകന്മാരും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും ഇതുപോലത്തെ പല കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. രണ്ടാമതായിട്ട് ഇന്നി ലക്കും നാസിഹുൻ അമീൻ. ഇവിടെ ഉലമാക്കളെ നമുക്കുണ്ടാകേണ്ടത് നാസിഹ്, അമീൻ.
അപ്പം നമുക്കെല്ലാവർക്കും ഗുണകാംക്ഷ, നമ്മളുടെ മുമ്പിൽ കഴിഞ്ഞുകൂടുന്ന ഒരു പറ്റം മുത്താലിമീങ്ങളുടെ ഗുണകാംക്ഷ. ഇതിൽ നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. എല്ലാ മുത്താലിമീങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ 100% പാകതയിലും പക്വതയിലുമാണ് എങ്കിൽ പിന്നെ നമ്മളുടെ തർബീയത്തിൻ്റെയും തസ്കിയത്തിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മുത്താലിമീങ്ങൾ അവർ ഒരു ക്ലാസ്സിൽ 25 പേര് 30 പേരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 10% 100% അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുണ്ടാവുകയുള്ളൂ. ബാക്കി 90% മുത്താലിമീങ്ങളും അസ്സബിയ്യു സബിയ്യുൻ വലൗകാന നബിയ്യ, ഒരു വാക്കാണ് അസ്സബിയ്യു സബിയ്യുൻ വലൗകാന നബിയ്യ. കുട്ടിത്തം എന്നുള്ളത് എല്ലാവർക്കുമുള്ള കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ പഴയ കാലഘട്ടത്തെക്കുറിച്ച്. നമ്മളെല്ലാവരും പഠിച്ച് ഉസ്താദന്മാരായവർ. നമ്മളുടെ പഠന കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന മുഴുവൻ അവസ്ഥകളും നമ്മളുടെ മുമ്പിൽ എല്ലാ സമയത്തും വരണം. എല്ലാ സമയത്തും ഒരു കുട്ടി പാഠം പഠിച്ചില്ല, ആ സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ശിക്ഷ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാതിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ശിക്ഷ എന്തായിരുന്നു? ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് ഉത്തരവാദിത്തമുള്ള ഉസ്താദന്മാർ, മുഹത്തമ്യമാകട്ടെ, നായിബാകട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മദ്രസയിൽ ദിവസങ്ങളുണ്ടാകാം, ആഴ്ചകളുണ്ടാകാം, മാസങ്ങളുണ്ടാകാം. ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ പഠന കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് എന്താണ് ശിക്ഷകൾ കിട്ടിയത്? ആ സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മളുടെ ബേജാർ എന്തായിരുന്നു? നമ്മളുടെ മാനസികമായ സംഘർഷം എന്തായിരുന്നു? നമ്മളുടെ വിഷമം എന്തായിരുന്നു? നമ്മുടെ പ്രയാസം എന്തായിരുന്നു? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ആരും ഉറങ്ങിപ്പോകരുത്. സുബൈകേഷുള്ള സമയമാണ്. പക്ഷെ ഒരു മഹാൻ പറയുന്നുണ്ടല്ലോ, നീൻ തു പൂരി ഹോ ജായേഗി ഖബർ കെ അന്തർ, നീൻ തു പൂരി ഹോ ജായേഗി ഖബർ കെ അന്തർ. നമ്മളുടെ ഉറക്കം പൂർണ്ണമാകാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം ഖബർ മാത്രമാണ്. അതുകൊണ്ട് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അമീനാകണം, അതേ പ്രകാരം തന്നെ നമ്മൾ നാസിഹുമാകണം. ഗുണകാംക്ഷ അത്രത്തോളം നമ്മളുടെ ഓരോ പാഠത്തിലും ഓരോ ക്ലാസ്സിലും ഏറ്റവും പുറകിൽ കഴിഞ്ഞുകൂടുന്ന കുട്ടിയുടെ ബുദ്ധി അനുസരിച്ച് വേണം നമ്മൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അവൻ ഏറ്റവും പുറകിൽ ദുർഗതിയും ദുരവസ്ഥയും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും നമ്മളെ ഇടങ്ങേറാക്കുന്ന കുട്ടികളെ കൊണ്ട് വേണം നമ്മൾ തർബീയത്തിൻ്റെയും തസ്കിയത്തിൻ്റെയും അവസ്ഥകളിലേക്ക് മുന്നേറാൻ വേണ്ടി. അവിടെ നമുക്ക് ഈ പ്രവാചകന്മാരുടെ സിഫത്താണ് നാസിഹ് എന്നുള്ളത്. അതുകൊണ്ട് ഗുണകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഫർദൈനാണ്. ഇതേ പ്രകാരം തന്നെ അമീൻ. അറിയാമല്ലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നാമമാണ് അൽ അമീൻ അസ്സാദിഖ് എന്നുള്ളത്. ഇത് പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഉള്ള ഗുണങ്ങളാണ്. പ്രവാചകത്വം എന്നുള്ളത് 40-ാമത്തെ വയസ്സിൽ പരിപക്വതയുടെ പ്രായത്തിൽ മാത്രമാണ് ഏതാണ്ട് എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. 2 പ്രവാചകന്മാർ ഒഴിച്ച് ബാക്കി മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു തആല പ്രവാചകത്വം കൊടുത്തത് പരിപക്വതയുടെ പ്രായമാകുന്ന 40-ാമത്തെ വയസ്സിലാണ്. അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും എല്ലാം ചിന്തിക്കാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് യുവാക്കളായ ഉസ്താദന്മാർക്ക് ധാരാളം ചിന്തകൾ വരും, ധാരാളം. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് പല സ്ഥലങ്ങളിൽ തദ്രീസിൻ്റെ ജോലി നോക്കിയ ആൾക്കാരാണ്. നമ്മളീ പറയും പോലെ നമ്മളുടെ ആദ്യത്തെ തദ്രീസിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ പറയപ്പെട്ടതായ പല കാര്യങ്ങളിൽ നമ്മളെല്ലാം ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇൻഷാ അല്ലാഹ് ഗുണകാംക്ഷ, ഓരോ കുട്ടിക്കുമുള്ള ഗുണകാംക്ഷ, ഓരോ കുട്ടിക്കുമുള്ള അമാനത്ത് അത് നമ്മൾ പൂർത്തീകരിക്കുന്നവരായി മാറണം. ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് അവ്വാഹ്. വളരെ കൂടുതൽ താണ് കേണ് കെഞ്ചി ഏകനായ റബ്ബിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അപ്പോൾ നമുക്ക് വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഏത് കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാകട്ടെ, ഏത് ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ട പ്രശ്നമാകട്ടെ, അല്ലെങ്കിൽ മുത്തവല്ലി, അല്ലെങ്കിൽ പിന്നെ പരിപാലക സമിതി, ഇതെല്ലാം വിശാലമായി കിടക്കുകയാണ്. എന്താണെങ്കിലും പരിപാലക സമിതിയിൽ ഒരാളെങ്കിലും നമ്മളെ നോക്കാൻ വേണ്ടി ഉണ്ടാകും, ഉറപ്പാണ്. നമ്മളെ നോക്കാൻ വേണ്ടി നമ്മളുടെ ഇരുത്തം, നമ്മളുടെ നടത്തം, നമ്മളുടെ കിടത്തം, നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ പോകുന്നുണ്ടോ, നമ്മുടെ എല്ലാ രംഗങ്ങളും രീതികളും പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വെച്ചെങ്കിൽ തന്നെ നമുക്കത് ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് അവ്വാഹാകണം. അഥവാ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാണുന്ന പരിപാലക സമിതിയിൽപ്പെട്ട ഇന്ന വ്യക്തിയെ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതായ ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരെയും തീരുമാനിച്ചിരിക്കുന്നത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ന്യൂനതകൾ കണ്ട് നമ്മളുടെ കുറവുകൾ കണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് അവ്വാഹായിട്ട് അല്ലാഹുവിലേക്ക് താണ് കേണ് കെഞ്ചുന്നവരായി മാറണം. ഇതേപോലെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്വാഹിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകലന്തിയോളം അധ്വാനിക്കുന്ന, അഥവാ ഉമ്മത്തിൻ്റെ മുഴുവൻ ഖൈറാത്തുകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു മുഴുവൻ പ്രവാചകന്മാരും. إني دعوت قومي ليلا ونهارا ولم يزدهم دعائي إلا فرارا وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم. ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്.
വിശദമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പകലത്തെയോളം അധ്വാനിച്ചു. പക്ഷേ രാത്രി സമയത്ത് അവിടെ അമലെന്തായിരുന്നു? രാത്രി സമയത്ത് എത്രത്തോളം ആദരവായ മുത്തുമുസ്താസ്ലാമ തങ്ങളെ സംബന്ധിച്ച് ഇമാമുന ബുഖാരി മുസ്ലിം റിവായത്ത് എന്ന ഹദീസ്, മുത്തഫഖ് ഹദീസ്, ചില സമയങ്ങളിൽ ചില രാത്രികളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് നമസ്കാരം നമസ്കരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ആ നമസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ സൂറ ബഖറ, ആല ഇംറാൻ, നിസാ, മാഇദ പോലത്തെ 6 ജുസുവിന് മുകളിലേക്കുള്ള സൂറത്തുകൾ ഒരു റക്അത്തിൽ മാത്രം ഓതുമായിരുന്നു എന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര കണ്ട് നീണ്ട ഇളത്തിദാല്, നീണ്ട റുക്കൂ, നീണ്ട സുജൂദ്, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് നമസ്കാരം പൂർത്തീകരിക്കുമായിരുന്നു. എത്രത്തോളം വിശ്വാസലമ തങ്ങൾ മഗ്ഫൂറാണ്. അല്ലാഹു തആല ഗഫൂറും റഹീമുമാണ്. അപ്പം മഗ്ഫൂറായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ നബിയെ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അഫല അകൂനു അബ്ദൻ ശകൂറ, അപ്പം ഞാനൊരു ഷക്കൂറായ നന്ദിയുള്ള അടിമയായി തീരണ്ടയോ? ഇതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം ഈ രീതിയിൽ കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു. അതുകൊണ്ട് മാഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ പോലത്തെ നമസ്കാരങ്ങളിലൂടെ വേണം നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി. പ്രശ്നം ഉറപ്പാണ്. ഓരോ മണിക്കൂറും പ്രശ്നം വരും, ഓരോ ദിവസവും പ്രശ്നം വരും, ഓരോ ആഴ്ചയിലും പ്രശ്നം വരും, ഓരോ മാസവും പ്രശ്നം വരും. കാരണം ദുന്യാവാണ്, ദുന്യാവിൽ പ്രശ്നം ഉറപ്പാണ്. മാത്രമല്ല മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. ആ വിശ്വാസ കൂട്ടത്തിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന വലുപ്പറ്റ ഉലമാക്കളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ എന്താണെങ്കിലും നമ്മുടെ കൂട്ടപ്പുറമാണ്, നമ്മുടെ കൂട്ടത്തിൽ പ്രശ്നങ്ങൾ വരും. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്നത് അവ്വാഹ്, അഥവാ രാത്രി സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിൻ്റെ ദർബാറിൽ, അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മളെ കൊണ്ട് സാധിക്കും പോലെ നമസ്കരിച്ച് ഖിയാമുൽ ലൈൽ അഥവാ 2x2 4x4 ഈ നമസ്കാരത്തിൽ നമ്മൾ സാധിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഹാഫിളീങ്ങളായ ഉസ്താദന്മാര് കഴിവിൻ്റെ പരമാവധി പകൽ സമയത്ത് 3 ജുസുവിൻ്റെ ദൗറ പൂർത്തീകരിച്ച് രാത്രി സമയത്ത് അതിൽപ്പെട്ട 1.5 ജുസുവെങ്കിലും ഖിയാമുൽ ലൈലിൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ആ രീതിയിൽ കൂടെ നമ്മൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോയാൽ മാഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നല്ല അവസ്ഥകൾ എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ കണ്ണുമ്പിൽ കാണാൻ സാധിക്കും. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇത്രയും നമസ്കരിച്ച് അല്ലാഹുവിൻ്റെ മുമ്പിൽ കരയുമായിരുന്നു. നമുക്കറിയാം കരച്ചിൽ എന്നുള്ളത് അറിയാവില്ല. ആച്ച് റോലവും വാലവും കി കമീഹെ. ഇന്ന് സത്യം പറഞ്ഞാൽ കരയുന്ന ആൾക്കാരുടെ കുറവാണ്, വേറെ യാതൊരു കുറവുമില്ല. അന്ന് പരിശ്രമിച്ച് ചിന്തിച്ചുനോക്കിയ മൗലാന മൂസാ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട നമ്മളുടെ ഓരോ മദ്രസകളും കൗസരിയാകട്ടെ, അല്ലെങ്കിൽ ഹസ്നിയാകട്ടെ, അല്ലെങ്കിൽ പിന്നെ നെജ്മാകട്ടെ, അല്ലെങ്കിൽ കശാഫാകട്ടെ, കാഷിഫാകട്ടെ, അല്ലെങ്കിൽ പിന്നെ ഓരോ മദ്രസകളും, ഈ മദ്രസകളുടെ തുടക്കത്തിലെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പഴയ കാല ആൾക്കാരുടെ ത്യാഗങ്ങൾ. ഈ വെട്ടക്കോട് മദ്രസയിൽ ആദ്യ കാലഘട്ടത്തിൽ 10ഉം 15ഉം വിദ്യാർത്ഥികൾ മാത്രം, ഒരൊറ്റ ഉസ്താദ് മാത്രം. ആ ഉസ്താദ് ലീവെടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കാനും ഒന്നും ആരുമില്ല. എന്തെല്ലാം അവസ്ഥകൾ കഴിഞ്ഞു കിടന്നു. അപ്പം എന്ന് പറയും പോലെ നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ ശരിക്കും താണ് കേട് കരയുന്ന ഒരവസ്ഥ ഉണ്ടായെങ്കിൽ അല്ലാഹു തആല നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന മാത്രമല്ല, അല്ലാഹു തആല എല്ലാം പടർന്ന് പന്തലിപ്പിക്കും. ഞാൻ നീട്ടിപ്പരുത്തിയൊന്നും പോകുന്നില്ല, സമയങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞു കിടന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഈ കരച്ചിൽ എന്നുള്ളത് നമുക്കറിയാം. ചെറിയ കുട്ടികൾ പോലും കരച്ചിലൂടെയാണ് അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നത്. ദുനിയാവിൽ നമ്മൾ കണ്ടുവരുന്ന വിഷയമാണ്. അബുൽ ഹസൻ അലി നദീബിയെ കുറിച്ച് ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ നടന്ന സംഭവം. അപ്പോൾ അബുൽ ഹസൻ അലി നദീബി 9ാമത്തെ വയസ്സിൽ തനിക്ക് ആ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കാൻ വേണ്ടി വലിയ താല്പര്യമായിരുന്നു. ഇതെല്ലാം അല്ലാഹു തആല ചില പ്രത്യേകമായ അടിമകൾക്ക് കൊടുക്കുന്ന ഗുണങ്ങളാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ 9ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൻ്റെ അകത്ത് ആദരവായ മുത്തുമുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റഹ്മത്തുൽ ലിൽ ആലമീനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിനോട് തുല്യമായ ഒരു പേരുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലത് പതിഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടാൻ വേണ്ടി, അറിയാമല്ലോ അന്നത്തെ കാർഡ് 15 പൈസ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട പൈസക്കുള്ള കാർഡിനകത്ത് അദ്ദേഹം ആ പോസ്റ്റിൽ കത്തയച്ചു. അവസാനം കാർഡിൻ്റെ അകത്ത് അയച്ച കത്തനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അബുൽ ഹസനിൻ്റെ അതിൻ്റെ ചരിത്രമൊക്കെ ഒരുപാടാണ്, ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോകാറുണ്ട്. അവിടുത്തെ ആ പോസ്റ്റ് ഓഫീസ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം പണിത് കൊടുത്ത റോഡ്, അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത പോസ്റ്റ് ഓഫീസ്, ഇതെല്ലാം നമ്മൾ കാണേണ്ട രംഗമാണ്. എന്താണെങ്കിലും അദ്ദേഹം ഈ പറയപ്പെട്ട 9ാമത്തെ വയസ്സിൽ തൻ്റെ ആഗ്രഹപ്രകാരം പോസ്റ്റിൽ ഈ പറയപ്പെട്ട കിതാബ് വന്നു. ഉറുദു ഗ്രന്ഥമാണ്. ആ സമയത്ത് ആ ഗ്രന്ഥത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള പൈസ തൻ്റെ ഉമ്മയുടെ കൈവശമില്ല. നമ്മുടെ കൈവശം പൈസയില്ല, വാപ്പ മരണപ്പെട്ടു പോയി. ഈ സമയത്ത് പല രീതിയിൽ കൂടിയും അദ്ദേഹം ഈ ഗ്രന്ഥം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഉമ്മ
രക്ഷയില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മളുടെ ചെറുപ്പക്കാരെ ചിന്തിച്ചു നോക്കി, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്ക് ഈദുൽ ഫിത്തറിൽ മാത്രം ഒരു ഡ്രസ്സ് കിട്ടുമായിരുന്നു. ഇതൊന്നും ഇന്നത്തെ കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞാൽ മനസ്സിലാകൂല. വെറും ഈദുൽ ഫിത്തറിൽ മാത്രം ഒരു ഡ്രസ്സാണ് നമ്മളൊക്കെ ഉപയോഗിച്ചത്. സ്കൂളിൽ ആഴ്ചയിൽ ഉപയോഗിച്ച യൂണിഫോം കഴുകുന്നത് ശനിയാഴ്ചയാണ് നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. എന്നാലും കൈ പൈസയില്ല. അവസാനം അബുൽ ഹാസൻ ചെയ്തെന്താ? പൊട്ടിക്കരഞ്ഞു. തൻ്റെ ഉമ്മയുടെ മനസ്സ് മാറി. ഉമ്മ പെട്ടെന്ന് എവിടെയോ പോയി ആ പുസ്തകത്തിന്റെ പൈസ കട വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ പുസ്തകം വാങ്ങിച്ചു കൊടുത്തു. നമുക്കറിയാം, എന്താണെങ്കിലും ദുന്യാവിൽ തന്നെ നമ്മൾ തന്നെ നമ്മളുടെ മക്കള്, നമ്മളെല്ലാം മക്കളുള്ളവരാണ്, ചെറുമക്കളോട് നമുക്ക് മക്കളെക്കാൾ വാത്സല്യം ഉണ്ടാകുന്നവരാണ്. അതെല്ലാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ, അഥവാ ചെറിയ കുട്ടികൾ പോലും അവരുടെ പ്രശ്നപരിഹാരത്തിന് കാണുന്ന ഒരു രീതിയാണ് കരച്ചിൽ എന്നുള്ളത്. അതുകൊണ്ട് മാഷാ അല്ലാഹ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കളായ ഉസ്താദന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം. പ്രായമുള്ള ഉസ്താദന്മാർക്കെല്ലാം അറിയാം. കാരണം നമ്മളെല്ലാവരും തജ്രിബത്തിന്റെ പേരിൽ നമുക്കെല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇപ്പം നമ്മളൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഈ പഴയ കാലഘട്ടത്തിലെ ധൈര്യം അല്ലെ അന്നത്തെ ആ ശിക്ഷാ രീതികളൊന്നും സ്വീകരിക്കൂല. കാരണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കിടന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഉസ്താദന്മാര്, പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടത്തിൽ മുതലസ്ഥീകളായ ഉസ്താദന്മാരെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രശ്ന പരിഹാരത്തിന് അല്ലാഹു തആല വെച്ചിരിക്കുന്നതാണ് രാത്രി സമയങ്ങൾ. ഇവിടെ നമ്മൾ ഇശാ നമസ്കാരത്തിന് ശേഷമായിട്ട് ഇശായിക്ക് മുമ്പാണ് വൈകുന്നേരത്തെ ആഹാരം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് എന്നെപ്പോൾ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊക്കെ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് ആഹാരം കഴിച്ചെങ്കിലേ ഞങ്ങളുടെ ശരീരം വഴങ്ങുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇശായിക്ക് മുമ്പാണ് വൈകുന്നേരത്തെ ആഹാരം. അവിടെ ഇശായിക്ക് ശേഷമായിട്ട് നമ്മളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം. ഇവിടെ ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ തുറക്കരുത്. നമുക്കറിയാമല്ലോ ഇന്നത്തെ മൊബൈലിൻ്റെ അവസ്ഥ. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. മൊബൈൽ തുറന്നു നന്മകൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ തന്നെ മൊബൈലുമായി ബന്ധപ്പെട്ട് 2 മണിക്കൂറും 3 മണിക്കൂറും പാസ് ചെയ്യുന്നത് പോകുമെന്ന് നമ്മൾ അറിയുകയില്ല. പിന്നെ ആ അവസ്ഥ നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ഒരുപക്ഷെ നമ്മുടെ സുബഹിക്കുള്ള എഴുന്നേപ്പ് തന്നെ വലിയ ബുദ്ധിമുട്ടാകും. അങ്ങനെ നമ്മൾ അവസാനം ഈ കുട്ടികളുടെ തർബിയത്തിന് വേണ്ടി, തസ്കിയത്തിന് വേണ്ടി അല്ലാഹുവിനാൽ തീരുമാനിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. വെറുതെയല്ല, അല്ലാഹുവിനാൽ തീരുമാനിക്കപ്പെട്ട ഒരു സമൂഹമാകുന്ന ഉസ്താദന്മാരെ, ഉലമാക്കള് നമ്മുടെ അവസാനം ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. ഉത്താല പൂർണ്ണമായിട്ടില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലെ ദുർഗതികളായിരിക്കും ഈ കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരെ. ഇന്നലെയും നമ്മുടെ ഈ മഹാൻ നമ്മുടെ മുമ്പിൽ ഇന്നലെയും അദ്ദേഹം പറഞ്ഞു, ശരി, എപ്പോഴും കുട്ടികൾ ഓരോ ഉസ്താദന്മാരുടെയും എല്ലാ രീതികളും ഒപ്പും. ഇതിനകത്ത് ആരും സംശയിക്കണ്ട. ഓരോ കുട്ടികൾക്കും അറിയാം ഓരോ ഉസ്താദിന്റെ രീതി എന്താ, അദ്ദേഹത്തിന്റെ ചിന്ത എന്താ. ഇതെല്ലാം നമ്മളെക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് കുട്ടികൾ നല്ലവണ്ണം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പറയപ്പെട്ട അല്ലാഹ് എന്ന വാക്ക്, അഥവാ നമ്മളെപ്പോഴും വളരെ കൂടുതൽ താണ് കേണ് കെഞ്ചി യാചിച്ച് അള്ളാഹുവിൻ്റെ നമ്മൾ നമ്മളുടെ വിനയം കാണിച്ച് കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൻ്റെ തിലാവത്തിലൂടെ ഖിയാമത്ത് ലൈൽ പൂർത്തീകരിച്ചു കൊണ്ട് തന്നെ നമ്മൾ ദുആയിലൂടെ മുഴുകിയിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് റിസൾട്ട് ഉറപ്പാണ്. ഇതേ പ്രാർത്ഥന പ്രവാചകന്മാർക്കുള്ള മറ്റൊരു ഗുണമായിരുന്നു അഫ്വ എന്നുള്ളത്, വിട്ടുവീഴ്ച. ഞാൻ പറഞ്ഞ ചരിത്രങ്ങളോ സംഭവങ്ങളോ ഒന്നും പറയാനുള്ള സമയമല്ല. ഈ വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം, നമ്മളുടെ നേതാവായ താഹ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച യാതനയും വേദനയും ദുഃഖവും ദുരിതവും ബുദ്ധിമുട്ടും പ്രശ്നവും പ്രതികൂല സാഹചര്യവും ശത്രുപീഡനം അറിയാമല്ലോ. 950 വർഷക്കാലഘട്ടം ദഅവത്ത് മാത്രം, തബ്ലീഗ് മാത്രം ചെയ്ത നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഴുവൻ ചരിത്രങ്ങളും വെച്ചുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന ഈ വാക്ക്. 20 വർഷ കാലഘട്ടം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എനിക്കുണ്ടായ യാതന, വേദന, ദുഃഖം, ദുരിതം, പ്രശ്നം, പ്രതികൂല സാഹചര്യം, ശത്രുപീഡനം, ഇത് മറ്റൊരു പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടേ ഇല്ല. ഇമാമന ഇബ്നു മാജ റഹ്മത്തുള്ളാഹി റിവായത്ത് എന്ന ഹദീസാണ്. ഹദീസിന്റെ മഹാനാണ്, ആശയമാണ്. എന്താണെങ്കിൽ തന്നെയും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന അടുത്തൊരു ഗുണമാണ് അഫ്വ, വിട്ടുവീഴ്ച എന്നുള്ളത്. സുഹൈൽ ഉസ്താദിന്റെ കാര്യം തുടങ്ങിയിരിക്കുക. എന്നെ കളിയാക്കും പോലെ ഉണ്ട്. ഇന്നലെ കയറിയിരിക്കാൻ വേണ്ടി കയറിയിരുന്നു. ഇന്ന് അവസാനം അരമണിക്കൂർ പറയാൻ വേണ്ടി പറഞ്ഞു. ഖൈർ അൽഹംദുലില്ലാഹ്. എന്താണെങ്കിലും പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് വിട്ടുവീഴ്ച എന്നുള്ളത്. നമുക്കറിയാം, മാതൃഭായ താഹ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കം ഫത്ഹ്, അപ്പോൾ മക്കം ഫത്ഹിനും നടന്ന മുഴുവൻ സംഭവങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. ഈ സമയത്ത് ഞാൻ നിർത്തുക. മക്കം ഫത്തഹിന് മുമ്പ് വന്ന മുഴുവൻ സംഭവങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളിത് വായിക്കണം. മുസ്ലിം തങ്ങൾ മക്കം ഫത്തഹിന്റെ സമയത്ത് അറിയാമല്ലോ, അൽ യൗമ യൗമുൽ മൽഹമ, ഇത് കശാപ്പിന്റെ ദിവസമാണ് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട സഹാബാക്കൾ
അബൂ സുഫ്യാനെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്ക. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ലാ ബൽ അൽ യൗമ യൗമുൽ മർഹമ, ലാ ബൽ അൽ യൗമ യൗമുൽ മർഹമ. വാക്ക് മാറ്റി പറഞ്ഞു, മൽഹമ മാറ്റി മർഹമ എന്ന വാക്ക് പറഞ്ഞ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബ ഷരീഫ്, പരിശുദ്ധമായ കഅബ ഷരീഫിന് നബിയും സഹാബാക്കളും എത്തപ്പെട്ടു. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞൊരു വാക്കാണ്, ഇദ്ഹബു ഇദ്ഹബു വഅൻതുമുത് തുലഖാ, ഇദ്ഹബു വഅൻതുമുത് തുലഖാ. നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾക്ക് നിരുപാധികം വിട്ടുവീഴ്ച, മാപ്പ്. ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയാൽ എത്ര കണ്ട് നമ്മൾ ഈ ചരിത്രങ്ങളെല്ലാം വെച്ച് ചിന്തിക്കണം. എത്ര കണ്ട് 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ കിട്ടിയ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ 10 വർഷത്തോളം അനുഭവിച്ച യാതന അറിയാമല്ലോ. അൽ ജാറുൽ അവ്വൽ, അൽ ജാറുൽ സാനി, ജമാഅത്തുൽ മുസ്തഹ്സിഈൻ. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് പരിഹാസ സംഘം തന്നെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തി, ഒന്നാമത്തെ അയൽവാസിയാകുന്ന നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉപ്പ വഴിയുള്ള ഏറ്റവും അടുത്ത ബന്ധു. ഇങ്ങനെ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ പരത്തി നിരത്തി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ തുടക്കം മുതൽ 10 വർഷ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മക്കയിൽ അനുഭവിച്ച യാതനയും വേദനയും ചിന്തിച്ചു നോക്കണം. അതിനുശേഷമായിട്ട് മക്ക നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പുറത്താക്കി. ഈ പുറത്താക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി. അപ്പൊ അങ്ങനെ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ശേഷം പോകുന്നത് എങ്ങനെയാ? എത്ര കണ്ട് വിഷമത്തിലാണ്. അല്ലയോ മക്ക, അല്ലയോ മക്ക, നീ എത്ര സാരസമ്പൂർണമായ, എത്ര സുന്ദരമായ ഭവനമാണ്. എനിക്ക് നീയുമായിട്ട് ഇവിടെ പറയാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ എൻ്റെ കൗമ, എൻ്റെ ജനത എൻ്റെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ചിന്തിച്ചു തങ്ങളുടെ മാനസിക സന്തോഷം എത്രയാണ്, നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണെഴുത്തുള്ളുകൾ എത്രയാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കി. ആ രംഗം എനിക്ക് നിങ്ങൾക്കും വരണം. ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാ കാണുക, കൊള്ളുക, കൊണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാനല്ലേ എന്ന് പറയും. തങ്ങൾ അങ്ങനെ പുറപ്പെട്ടു പോയി മദീനയിൽ പോലീസിനോട് സംബന്ധിച്ച് നോക്കിനും. മദീനയിൽ പോയിട്ട് പോലെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സ്വസ്ഥതയില്ല, സ്വാതന്ത്ര്യമില്ല. അവിടെ പോയിട്ട് പോലെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളാണ് മക്ക ഫതഹിന്റെ സമയത്ത് വന്നിട്ട് അൽ യൗമ യൗമുൽ മർഹമ എന്ന വാക്ക് ഉപയോഗിച്ച് അവസാനം പരിശുദ്ധമായ കഅബയുടെ ആ നിശ്ചയിക്കപ്പെട്ട രണ്ട് വാതിൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്, ഇദ്ഹബു ഇദ്ഹബു വഅൻതുമുത് തുലഖാ. നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾക്കതാ നിരുപാധികം മാപ്പ്. എല്ലാവർക്കും നിരുപാധികം മാപ്പ് കൊടുത്തു. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഗുണമാണ് അഫ്വ്, വിട്ടുവീഴ്ച എന്നുള്ളത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഹയ, ലജ്ജ എന്നുള്ളത്. ലജ്ജയെക്കുറിച്ച് പറയുമ്പോൾ ആദരവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലജ്ജയുടെ അവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ 10 ചില്ലുവാനം പ്രാവശ്യം പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ നിർമ്മാണം, അവന്റെ പുനർനിർമ്മാണമൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പരിശുദ്ധമായ കഅബ ഷരീഫ് പുനർജീവിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവർകൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉടുതുണി പറിച്ച് തോളിൽ എന്തായി ചെമ്മാടായിട്ട് വെച്ചു കൊടുത്ത സംഭവം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ബോധം കെട്ട് വീണുപോയി. അപ്പൊ ആ പ്രായത്തിൽ പോലും പ്രവാചകന്മാരായ അല്ലെങ്കിൽ പ്രവാചകനാകാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹയാന്റെ അവസ്ഥ മൂസാ നബിയെ കുറിച്ച് കാണാൻ സാധിക്കും. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ, അഥവാ അറിയാമല്ലോ ചരിത്രം വിശാലമാണ്, ഖുർആൻ പരന്നു നിറഞ്ഞു കിടക്കാണ്. അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തെത്തി. മദീന അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തെത്തി. അവിടെ 2 പെണ്ണുകൾ മാറി നിൽക്കുന്നു. ആ 2 പെണ്ണുകൾക്കും അദ്ദേഹം ചെയ്തു കെട്ടുന്ന വെള്ളം കുടിപ്പിച്ചു. ആ പെണ്ണുകൾ നേരത്തെ വീട്ടിലെത്തി. ആ പ്രവാചകൻ ചോദിച്ചു, എന്താ മക്കളെ നേരത്തെ വീട്ടിലെത്താനുള്ള കാരണം എന്താ? അവർ പറഞ്ഞു കൊടുത്തു, ഒരു യുവാവ് ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചു. അവസാനം ആ സംഭവത്തിൽ പറയുന്നെന്താ, അദ്ദേഹത്തെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആ പെണ്ണിനോട് പറയുന്ന കാര്യമെന്താ, ഞാൻ മുമ്പിൽ നടക്കാം, എവിടെയെങ്കിലും വഴി മാറുകയാണെങ്കിൽ നീ കല്ലെറിഞ്ഞാൽ മതി. ചിത്സോക്കിന് ഞാൻ മുമ്പിൽ നടക്കാം. ഒരു പെണ്ണിനെ പുറകിൽ നിർത്തി ഞാൻ മുമ്പിലൂടെ പോകാൻ ലജ്ജയാണ്. അപ്പോൾ എവിടെയെങ്കിലും വഴി മാറുമ്പോൾ കല്ലെറിഞ്ഞാൽ മതി. ആ കല്ലിലൂടെ ഞാൻ വഴി മനസ്സിലാക്കി ഞാൻ പോയിക്കൊള്ളാം. മാത്രമല്ല വീണ്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ കുളിക്കാറില്ലായിരുന്നു. ആ ജനങ്ങളെല്ലാം ഒരേ സമയത്ത് കുളിക്കും. അദ്ദേഹം ജനങ്ങളില്ലാത്ത സമയം നമുക്ക് മാത്രമേ കുളിക്കുകയുള്ളൂ. ഈ സമയത്ത് ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പരത്തി അദ്ദേഹത്തിൻ്റെ ഡാഷ് വീർത്തിരിക്കുന്നു, അല്ലെ വൃഷ്ണത്തിന് അസുഖമാണ്, ഇതുപോലത്തെ ഹദീസുകളിലേക്ക് നിവാർത്ത തന്നെയാണ്. അവസാനം അദ്ദേഹം ഒരു പ്രാവശ്യം കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഊരി ആ കല്ലിൻ്റെ മുകളിൽ വെക്കുന്നു. കല്ല് ഓട്ടം ഓടുന്നു. ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി വാത്തിയ ഹദീസാണ്. കല്ല് ഓട്ടം ഓടുന്നു. അവസാനം അദ്ദേഹം കല്ലിൻ്റെ പുറകെ ഓടുന്നു.
അവസാനം എത്തി കല്ലെവിടെയാണ് പോയി നിൽക്കുന്നത്? ജനസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അഥവാ തൻ്റെ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കുളിക്കുന്ന ആ പ്രത്യേകമായ ഒരു സ്ഥലത്താണ് ഈ കല്ല് പോയി നിൽക്കുന്നത്. അവസാനം പെട്ടെന്ന് അദ്ദേഹം വസ്ത്രമെടുത്ത് ഉടുത്തു. അദ്ദേഹത്തിൻ്റെ ലജ്ജയുടെ അവസ്ഥ കാരണമായിട്ട് അദ്ദേഹത്തിന് എത്ര കണ്ട് വിഷമമുണ്ടായി. അവസാനം അദ്ദേഹം കല്ലിനെ അടിച്ചു എന്ന് മാത്രമല്ല, ആ കല്ലിൽ പാട് വീഴുന്ന രീതിയിൽ കൂടെ അദ്ദേഹം അടിക്കുകയുണ്ടായി. ചിന്തിച്ചു നോക്കി, ഇതായിരുന്നു പ്രവാചകന്മാരുടെ ലജ്ജയുടെ അവസ്ഥ. അങ്ങനെ ഇങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ ഇത് കേൾക്കേണ്ടതാണ് നമ്മളെല്ലാവരും. നമ്മൾ പരിശുദ്ധമായി കുറച്ച് ഇന്ന് രാവിലെ തന്നെ സുലഭസ്കാരത്തിൽ ഇമാം സാഹിബ് ഓതി നമ്മൾ കേട്ടില്ലേ? എന്താണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നവരാണ്, തഫ്സീർ പഠിപ്പിക്കുന്നവരാണ്. മാഷാ അല്ലാഹ്, ഈ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളൊന്ന് നോക്കിയാൽ മാഷാ അല്ലാഹ്, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചാൽ അത് തന്നെ നമ്മളുടെ മുത്തഅല്ലിമീങ്ങൾക്ക് റിസൾട്ടാകും. അത് തന്നെ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് റിസൾട്ടാകും. മാഷാ അല്ലാഹ്, അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മളുടെ തദ്രീസി, അതുപോലെ തഅലീമി, അതേപോലെ തന്നെ നമ്മളുടെ തബ്ലീഗി, ദഅവത്തി, ഇതേപോലെ നമ്മുടെ തർബിയത്തി, തസ്കിയത്തി രംഗങ്ങളിലേക്ക് നമ്മൾ കുതിച്ചാൽ അല്ലാഹു തആല നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. അതോടൊപ്പം തന്നെ പഴയകാല ആൾക്കാരുടെ ചരിത്രങ്ങൾ, അവരുടെ ത്യാഗങ്ങൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. നമുക്കറിയാൻ ഇപ്പോൾ നജ്മുദ്ദീൻ മദ്രസ അൽഹംദുലില്ലാഹ് പടർന്ന് പന്തലിച്ചു. ഭയങ്കരമായ ബിൽഡിങ്, 8 കോടിക്ക് മുകളിൽ പൈസ മുടക്കിയിട്ട് ബിൽഡിംഗ് പണിതു. ഇതെങ്ങനെ ഉണ്ടായതാണ്? ഒരിക്കലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ശ്രദ്ധയൊന്നുമല്ല. ഇതൊരു കാലഘട്ടത്തിൽ ഞാനിവിടെ 1992 മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഒരു കാലഘട്ടത്തിൽ അന്നത്തെ നിശ്ചയിക്കപ്പെട്ട ഉസ്താദന്മാര്, അന്നത്തെ നിശ്ചയിക്കപ്പെട്ട മുഹ്തമീമികള്, അവരുടെ കഠിനാധ്വാനം, അന്നത്തെ മുത്തഅല്ലിമീങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ്. അറിയാമല്ലോ, സഹാബാക്കളായ മഹാന്മാർ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അവസാനം അവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കൊടുത്തു ദുന്യാവ്. അവർ വേണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം മരണത്തിന് ശേഷമുള്ള ശാശ്വതമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് മതി എന്ന് തീരുമാനിച്ച ആ തീരുമാനമാണ് ഇന്നും അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലാഹുതആല കൊടുത്തിരിക്കുന്ന സാമ്പത്തികമായ ഭദ്രതയും മറ്റെന്തെല്ലാം ഉണ്ടോ, ഇതെല്ലാം അന്നത്തെ സഹാബാക്കളുടെ ത്യാഗത്തിന്റെ ഫലങ്ങളാണ് എന്ന് പറയും പോലെ ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഓരോ മുൻകഴിഞ്ഞ മഹാന്മാർ ചെയ്ത ആ ത്യാഗ പരിശ്രമത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ബഹുമാനനെ മൂസ മൗലാന പറയാൻ വേണ്ടി ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷം പറഞ്ഞപ്പോൾ തീരുകയില്ല. അവരുടെ എല്ലാവരുടെ ത്യാഗ പരിശ്രമത്തിന്റെ ഫലങ്ങൾ ചിത്സുക്കിന് ഒരു പ്രാവശ്യം മൗലാന വടകര മദ്രസയിൽ വന്നു. തലപ്പ കെട്ടാതെ അകത്ത് കയറിയ ഉസ്താദിനോട് മൗലാന പെരുമാറിയ രീതി, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആ പഴയ മഹാന്മാരുടെ ചരിത്രങ്ങൾ ഇതെല്ലാം നമുക്കിന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശരിക്കും വായിച്ച് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഒരിക്കലും പ്രവാചകന്മാരെ ജിന്നായിട്ട് അയച്ചിട്ടില്ല. അതുപോലെ ഒരിക്കലും പ്രവാചകന്മാരെ മലക്കായിട്ട് അയച്ചിട്ടില്ല. ഒരിക്കലും പ്രവാചകന്മാരെ സ്ത്രീകളും ആക്കിയിട്ടില്ല. മറിച്ച് നമുക്കെല്ലാവർക്കും പകർത്താൻ വേണ്ടി, ഒപ്പാൻ വേണ്ടിയാണ് ഈ പ്രവാചകന്മാരെ ഈ രീതിയിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ച് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ റിസൾട്ടിലൂടെ നമ്മുടെ തദ്രീസ് രംഗങ്ങൾ, ഈ പറയപ്പെട്ട എല്ലാ ദീനീയ ഖിദ്മത്തിന്റെ രംഗങ്ങളിലും നമുക്ക് അത്യുന്നതി പ്രാപിക്കാൻ സാധിക്കും. അല്ലാഹു തആല എന്നെ നിങ്ങളെയും കബൂൽ ചെയ്യുമാറാകട്ടെ, എന്നെ നിങ്ങളെയും മാത്രം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ദൈനംദിനം അല്ലാഹു തആല ഉണ്ടാകേണ്ട ഉയർന്ന ഗുണങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ നല്ല തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.